യൂട്യൂബിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് നമുക്കൊരു യൂട്യൂബ് ചാനലിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആ ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു ചാനലിൻ്റെ പേര് നമ്മുടെ കയ്യിൽ കിട്ടണം. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മൾ അങ്ങനെയാണ് അയച്ചു കൊടുക്കാറ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യൂട്യൂബ് തന്നെ QR കോഡ് എന്ന ആ ഒരു സംഭവം ഇപ്പോൾ നിലവിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. എങ്ങനെ ഈ ഒരു QR കോഡ് നമുക്ക് എടുക്കാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും, ആ ഒരു QR കോഡിലൂടെ എങ്ങനെ നമ്മുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ചാനലിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാധാരണ യൂട്യൂബ് ചാനലിലെ ലിങ്ക് തന്നെ നമുക്ക് ഷെയർ ചെയ്താൽ പോരെ, എന്തിനാണ് ഈ ഒരു QR കോഡ് എന്ന്. പക്ഷേ QR കോഡ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ടീ ഷോപ്പ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ്, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കട, അതിൻ്റെയൊക്കെ ഒരു ചാനലും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൊമോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ ഗൂഗിൾ പേ, ഫോൺ പേയുടെ QR കോഡ് വെക്കുന്ന പോലെ തന്നെ കടയുടെ മുന്നിലോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ കടയുടെ പേരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഈ ഒരു QR കോഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിലേക്ക് എത്തുന്നവർ, നിങ്ങളുടെ സ്വീറ്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ആ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു QR കോഡ് കൊണ്ട് ഉണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഴയതായില്ലേ, നമുക്ക് ലേറ്റസ്റ്റിലേക്ക് ഒന്ന് നീങ്ങണ്ടേ. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് താഴെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വ്യൂ ചാനൽ എന്ന ഒരു ഓപ്ഷനുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ചാനൽ ഇവിടെ ഓപ്പണായിട്ട് വരും. വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഷെയർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ഒരു QR കോഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ QR കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് സേവ് ടു ക്യാമറ റോൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഗാലറിയിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇത് നേരെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഗാലറി തുറന്നിട്ട് നമുക്ക് ഇമേജിൻ്റെ ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചാനലിൻ്റെ QR കോഡ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് കറക്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ എത്തിച്ചേരുമോ എന്നൊന്ന് നമുക്കൊന്ന് പരീക്ഷിക്കണമല്ലോ. ഞാൻ ഇതിനായിട്ട് വേറൊരു മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ ക്യാമറ ഓണാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തു ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് എൻ്റെ ആ ഒരു ചാനലിൽ തന്നെ ഇത് എത്തുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെയാണ് യൂട്യൂബ് ചാനലിൻ്റെ QR കോഡ് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുക. യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കും ഈ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ യൂട്യൂബിലും വന്നിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.